ലക്ഷക്കണക്കിന് പരീക്ഷാർത്ഥികളെ ആശങ്കയിലാക്കി നീറ്റ് പരീക്ഷാ തട്ടിപ്പ് പുറത്തു വന്നതിനു പിന്നാലെ രൂപപ്പെട്ട സമൂഹ മാധ്യമ കൂട്ടായ്മയായ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വിവിധ വിദ്യാർത്ഥി സംഘടനകളുമായി ചേർന്ന് ഡൽഹി ജന്തർ മന്ദറിൽ ആരംഭിച്ച പ്രക്ഷോഭം ഒരു മാസത്തിലധികമായി തുടരുകയാണ്. നീറ്റ് പരീക്ഷയിൽ നടന്നത് ഗുരുതര ക്രമക്കേടുകളും വൻ സാമ്പത്തിക തട്ടിപ്പുകളുമായിരുന്നു. അന്വേഷണ പ്രഹസനം നടത്തി ചെറുമീനുകളെ വലയിലാക്കിയെങ്കിലും യഥാർത്ഥ കുറ്റവാളികൾ ഇപ്പോഴും കാണാമറയത്താണ്. നീറ്റ് പരീക്ഷ നടത്തുന്നതിന് ചുമതലപ്പെട്ട നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഥവാ NTA ഉന്നതർ ഉൾപ്പെടെ കുറ്റാരോപിതരും പ്രതികളുമാണെന്ന് കണ്ടെത്തിയതിനാൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും സുതാര്യമായ പരീക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും ഉൾപ്പെടെ ആവശ്യങ്ങൾ ശക്തമായി ഉയരുകയും ചെയ്തു. എന്നാൽ ഉദ്യോഗസ്ഥ വീഴ്ച എന്ന പതിവ് പല്ലവി പാടി ധർമ്മേന്ദ്ര പ്രധാൻ ഉളുപ്പില്ലാതെ സ്ഥാനത്ത് തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ട പ്രക്ഷോഭം തുടങ്ങിയത്. ഇത് തടയുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ ഒത്താശയോടെ ഡൽഹി പോലീസും മറ്റ് സുരക്ഷാ സംവിധാനങ്ങളും വിവിധ മാർഗങ്ങൾ അവലംബിച്ചു. വെള്ളവും വെളിച്ചവും നിഷേധിച്ചും പ്രക്ഷോഭകരെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയും വിവിധ രൂപത്തിൽ പോലീസ് ഇതിന് ശ്രമിച്ചു. അതൊന്നും വകവയ്ക്കാതെയാണ് പ്രക്ഷോഭം തുടങ്ങിയത്. നരേന്ദ്രമോദിയുടെ മടിത്തട്ട് മാധ്യമങ്ങൾ വേണ്ടത്ര ശ്രദ്ധ നൽകുന്നില്ലെങ്കിലും ആവേശം ഒട്ടും ചോരാതെ പ്രക്ഷോഭം തുടരുകയാണ്. വെറുമൊരു സമൂഹ മാധ്യമ കൂട്ടായ്മ എന്നതിൽ നിന്നു മാറി ഇതര യുവജന വിദ്യാർത്ഥി സംഘടനകളുടെയും സാമൂഹ്യ സന്നദ്ധ സർക്കാരിതര സംഘടനകളുടെ ഐക്യദാർഢ്യവും പങ്കാളിത്തവും നേടിയാണ് സമരം മുന്നോട്ടു പോകുന്നത്. ഡൽഹിക്ക് പുറമെ നാഗ്പൂർ, ലക്നൌ, മുംബൈ, കൊൽക്കത്ത തുടങ്ങിയ വൻ നഗരങ്ങളിലും വിവിധ സംസ്ഥാനങ്ങളിലെ ആയിരക്കണക്കിന് കേന്ദ്രങ്ങളിലും ചെറുതും വലുതുമായ പ്രക്ഷോഭങ്ങൾ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യമുയർത്തി നടക്കുന്നു. എങ്കിലും സമരത്തോട് സർക്കാർ അവഗണനാ മനോഭാവമാണ് സ്വീകരിച്ചത്. പക്ഷേ പ്രമുഖ പരിസ്ഥിതി മനുഷ്യാവകാശ പ്രവർത്തകൻ സോനം വാങ്ചുകിന്റെ അനിശ്ചിതകാല നിരാഹാര സമരം 18 ദിവസം പിന്നിട്ടതോടെ സ്ഥിതി മാറി. കോടതികളിൽ ഹർജികൾ എത്തുകയും വാങ്ചുക്കിന്റെ ജീവൻ സംരക്ഷിക്കണമെന്ന നിർദ്ദേശം ഉൾപ്പെടെ അവിടെ നിന്നുണ്ടാകുകയും ചെയ്തു. വാങ്ചുക്കിന്റെ ആരോഗ്യനില കൃത്യമായി നിരീക്ഷിക്കണമെന്ന നിർദ്ദേശമാണ് കോടതി നൽകിയത്. പ്രസ്തുത നിർദ്ദേശം മറയാക്കി വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്യാനും സമരം തകർക്കാനുമാണ് കഴിഞ്ഞ ദിവസം ഡൽഹി പോലീസ് തയ്യാറായത്. പരിശോധനയ്ക്ക് വേണ്ടിയെന്ന വ്യാജേന ശനിയാഴ്ച രാവിലെ ആരോഗ്യ പ്രവർത്തകരില്ലാതെ എത്തി ബലപ്രയോഗത്തിലൂടെ നീക്കം ചെയ്യുകയായിരുന്നു. വൻ സന്നാഹങ്ങളുമായി എത്തിയ പോലീസ് കുറ്റവാളി എന്നതുപോലെയാണ് അദ്ദേഹത്തെ നിരാഹാര പന്തലിൽ നിന്ന് നീക്കിയത്. തുണികൾ കൊണ്ട് മറച്ച വെള്ള തുണിയിൽ പൊതിഞ്ഞ് കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു. വേഷം മാറിയെത്തിയ പോലീസുകാർ പന്തലിൽ ഉണ്ടായിരുന്നവരെയെല്ലാം ഭീഷണിപ്പെടുത്തി പറഞ്ഞയക്കുകയും പ്രതിഷേധിച്ചവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. പിന്നീട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പ്രക്ഷോഭകർക്കു നേരെ അനാവശ്യ പ്രകോപനത്തിനും മുതിർന്നു. നേതാക്കളും പ്രവർത്തകരും സംയമനം പാലിച്ചതുകൊണ്ടാണ് അനിഷ്ട സംഭവങ്ങൾ ഇല്ലാതെ പോയത്. വാങ്ചുക്കിന്റെ ആരോഗ്യനില വഷളാകുന്നുവെന്ന വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് ഹൈക്കോടതി നടത്തിയ നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും പ്രക്ഷോഭത്തെ തകർക്കാനുള്ള ഉപാധിയാക്കുന്നതിനാണ് പോലീസ് ശ്രമിച്ചതെന്ന് വ്യക്തം. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തെ തകർക്കാനുള്ള ശ്രമം യഥാർത്ഥത്തിൽ പുതിയ ഊർജം നൽകിയിരിക്കുകയാണ്. വാങ്ചുക്ക് ആശുപത്രിയിൽ നിരാഹാരം തുടരുന്നു. അദ്ദേഹത്തിന് അയക്കപ്പെട്ട AISF ഉൾപ്പെടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായ നിരവധി പേർ ജന്തർ മന്ദറിലും അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് പാർലമെന്റ് മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഡൽഹി പോലീസ് അനുമതി നൽകിയിട്ടില്ല. ജനാധിപത്യ രീതിയിലുള്ള സമരങ്ങളോട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സ്വീകരിക്കുന്ന ഏകാധിപത്യ പ്രവണതയുടെ മറ്റൊരു ഉദാഹരണമാണ് ഡൽഹിയിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കേന്ദ്രമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നടക്കുന്ന പ്രക്ഷോഭങ്ങളോടുള്ള സമീപനം. അറസ്റ്റിലൂടെയും അനുമതി നിഷേധങ്ങളിലൂടെയും ജനകീയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഇല്ലാതാക്കുവാൻ സാധിക്കുമെന്ന മൗഢ്യധാരണ ഉപേക്ഷിക്കുവാൻ തയ്യാറാകുന്നില്ല എന്നത് മണ്ടത്തരമാണ്. അതിനാൽ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് സർക്കാർ സന്നദ്ധമാകണം. അല്ലെങ്കിൽ പ്രക്ഷോഭത്തിന്റെ കരുത്തെന്താണെന്ന് ബോധ്യപ്പെടുത്തുന്ന നാളുകളാണ് മോഡി സർക്കാരിനെ കാത്തിരിക്കുന്നത്.